നമസ്തേ. ഓം ശ്രീ മാത്രേ നമ. ഇന്ന് ഞാനിവിടെ 27 നക്ഷത്രങ്ങളെ 3 ഗ്രൂപ്പുകളായി തിരിച്ചിരിക്കുന്നതായിട്ട് നമുക്കറിയാം. പല ഗ്രൂപ്പുകളുണ്ട്. അതിൽ ഇന്ന് ദേവൻ, മനുഷ്യൻ, അസുരൻ എന്നിങ്ങനെ 9 നക്ഷത്രങ്ങൾ വീതമുള്ള ഗ്രൂപ്പുകളായി തിരിച്ചിട്ടുണ്ട്. എന്തിനാണ് ഇങ്ങനെ ദേവഗണം, അസുരഗണം, മനുഷ്യഗണം എന്ന് തിരിച്ചിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ 7 തലമുറയിലെ ദൈവാധീനത്തിൻ്റെ കണക്കുകൾ എടുത്തുകൊണ്ട് പൂർവികമായി ധാരാളം ദൈവികമായ കാര്യങ്ങൾ ചെയ്യുക, ഉപാസന ചെയ്യുക, പ്രാർത്ഥനകൾ ചെയ്തിരിക്കുക, അങ്ങനെയുള്ളവരുടെ ജനനത്തിൽ പൂർവികമായ ആ ദൈവാനുഗ്രഹം നിൽക്കുന്നവരെല്ലാം തന്നെ വീണ്ടും ദേവഗണത്തിൽ ജനിക്കും. അവരുടെ മുജ്ജന്മ സുഹൃതത്തിൻ്റെ ഭാഗമായിട്ടാണ് ദേവഗണത്തിൽ ജനിക്കുന്നത്. അങ്ങനെ ദേവഗണത്തിൽ ജനിച്ചിട്ടുള്ള അല്ലെങ്കിൽ ദേവഗണം എന്നറിയപ്പെടുന്ന 9 നക്ഷത്രങ്ങളെ കുറിച്ചാണ് ഇന്നിവിടെ പറയുന്നത്. ആ 9 നക്ഷത്രങ്ങൾ ഏറ്റവും അശ്വതി, ഒന്നാമത്തെ 27 നക്ഷത്രങ്ങളിൽ ഒന്നാമത്തെ നക്ഷത്രമായ അശ്വതി ദേവഗണമാണ്. ഇവർക്ക് പൂർവികമായ ദൈവിക അനുഗ്രഹങ്ങളുണ്ട്. ദേവപൂജകളൊക്കെ ഭഗവതിയൊക്കെ ഉപാസിച്ച്, ഭദ്രയൊക്കെ ഉപാസിച്ച്, മുരുകനെയൊക്കെ ഉപാസിച്ച്, കുടുംബത്തിൽ ആരെങ്കിലും ഒരാൾ അങ്ങനെയുള്ള ഒരു കുലത്തിൽ ജനിച്ചിരിക്കുന്നതുകൊണ്ട് കുലദേവതയുടെ അനുഗ്രഹം ഇവർക്കുണ്ടാവും. തീർച്ചയായും ഇവർക്ക് പൂജകളിലും കർമ്മങ്ങളിലുമൊക്കെ അതീവ താല്പര്യമുണ്ടെങ്കിൽ പോലും ഒന്നും ഇവർ പ്രകടിപ്പിക്കില്ല. മനസ്സിൽ എപ്പോഴും ദൈവിക ചിന്തയുണ്ടായിരിക്കും. അധികം പ്രാർത്ഥനകൾ ഒന്നും ചെയ്തില്ലെങ്കിൽ പോലും ദേവഗണത്തിൽ ജനിക്കുന്നവർക്ക് പൊതുവെ ദൈവാനുഗ്രഹം ഉണ്ടായിരിക്കും. അപ്പോൾ അവരുടെ ഓരോ നക്ഷത്രക്കാരും അവരുടെ കുലദേവതയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് പ്രാർത്ഥന ചെയ്തുകൊണ്ട് ദിവസവും അവനവന് പറ്റുന്ന അവനവൻ്റെ ഇഷ്ടദേവതയെ പ്രാർത്ഥിക്കുമ്പോൾ കൂടുതൽ കൂടുതൽ ഐശ്വര്യം കിട്ടും. അപ്പോൾ അശ്വതി ദേവഗണത്തിൽ പെട്ടതാണ്. ദേവഗണമായതുകൊണ്ട് തന്നെ ഇവർ ഒരുപാട് പ്രാർത്ഥനകൾ ചെയ്തില്ലെങ്കിൽ പോലും ദൈവാധീനം ഉള്ളവരായിട്ടാണ് ഇവരെ അറിയപ്പെടുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ മകീരം നക്ഷത്രമാണ് ദേവഗണത്തിൽ പെട്ടത്. ദേവഗണം എന്ന് പറയുമ്പോൾ മകീരം 2 രാശികളിലായിട്ടാണ്. ആദ്യത്തെ പാതിയെ ഇടവൻ രാശിയിലാണ്, രണ്ടാമത്തെ അതായത് അവസാനത്തെ 2 പാദങ്ങൾ മിഥുനൻ രാശിയിലാണ്. അവരുടെ രാശ്യാധിപന്മാർ വ്യത്യസ്തങ്ങളാണെങ്കിൽ പോലും ഇവര് ദൈവാധീനമുള്ളവരാണ്. നാഗദേവതകൾക്ക് വളരെ പ്രിയപ്പെട്ടവരാണ്. അതുപോലെ തന്നെ ദൈവാധീനം ഉള്ളവരാണ്. എന്ത് കാര്യങ്ങളും കൊടുക്കാനും വാങ്ങാനും ദൈവികമായ കാര്യങ്ങൾക്ക് മുൻകൈ എടുക്കാനും ഒക്കെ ഇവര് നല്ല കുടുംബത്തിലെല്ലാവരെയും വിളിച്ചുകൂട്ടി നല്ല രീതിയിൽ കാര്യങ്ങൾ നടത്തിക്കൊണ്ടുപോകാൻ കഴിവുള്ള ചൊവ്വാദശയിൽ ജനിച്ച ഇവര് ഭഗവതിക്ക് പ്രിയപ്പെട്ടവരാണ്, രാഹുപ്രീതി ഉള്ളവരാണ്. പൊതുവെ മകീര നക്ഷത്രക്കാർ ദേവഗണത്തിൽ ജനിച്ചവരായതുകൊണ്ട് തന്നെ ഇവർക്ക് ദൈവാനുഗ്രഹമുള്ളതായിട്ടാണ് കരുതപ്പെടുന്നത്. പിന്നീട് പുണർദം നക്ഷത്രം. പുണർദം ശ്രീരാമസ്വാമിയുടെ നക്ഷത്രമാണ്. പുണർദം നക്ഷത്രം അതും മുറി നക്ഷത്രമാരാണ്. മിഥുനൻ രാശിയിൽ 3/4 ഭാഗവും കർക്കിടകൻ രാശിയിൽ 1/4 ഭാഗവുമാണ്. അപ്പം രാശിനാഥൻ ചന്ദ്രനും അതുപോലെ തന്നെ ബുധനുമൊക്കെ ആണെങ്കിൽ പോലും പുണർദം നക്ഷത്രം വ്യാഴദശയിലാണ് ജനിച്ചിരിക്കുന്നത്. അപ്പം തീർച്ചയായിട്ടും വ്യാഴം എന്ന് പറയുമ്പോൾ തന്നെ ദൈവാധീനമുണ്ട്. ഇവരുടെ തലമുറയിലെ ഗുരുക്കന്മാര്, ദൈവിക പൂജ ചെയ്തിരുന്നവര്, പണ്ഡിതന്മാര്, പൂജാതി കർമ്മങ്ങൾ ചെയ്തിരുന്നവര്, ഉപാസന ചെയ്തിരുന്നവര്, യോഗീശ്വരന്മാരൊക്കെ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പം പുണർദം ദൈവാധീനമുള്ള നക്ഷത്രമാണ്. ദൈവിക പൂജകളിൽ പ്രത്യേകം താല്പര്യമുള്ളവരാണ്. അപ്പം ഇവർക്ക് എപ്പോഴും ദേവപൂജകൾ ചെയ്യാതെ തന്നെ ഒരു അനുഗ്രഹം കിട്ടിയിട്ടുണ്ട്. ഇനി അടുത്ത ദേവഗണത്തിൽപ്പെട്ട നക്ഷത്രമാണ് പൂയം നക്ഷത്രം. പൂയം നക്ഷത്രം എന്ന് പറയുമ്പോൾ തന്നെ സുബ്രഹ്മണ്യ സ്വാമിയുടെ നക്ഷത്രം എന്നാണ് അറിയപ്പെടുന്നത്. സുബ്രഹ്മണ്യ സ്വാമിയെ നമ്മൾ ദേവ സേനാധിപതിയായിട്ടാണ് കാണുന്നത്. ചന്ദ്രനാണ് ഇവരുടെ രാശിനാഥൻ. കാരണം കർക്കിടകൻ രാശിയിലാണ് പൂയം നക്ഷത്രം ജനിച്ചിരിക്കുന്നത്. അപ്പോൾ ആ രാശിനാഥൻ ചന്ദ്രനായതുകൊണ്ട് ദുർഗാദേവിയുടെ പൂർണ്ണ അനുഗ്രഹം ഇവർക്കുണ്ട്. സുബ്രഹ്മണ്യ സ്വാമിയുടെയും ദുർഗാദേവിയുടെ അനുഗ്രഹമുള്ള ഇവർ പൊതുവെ ദൈവിക കാര്യങ്ങളിൽ ശ്രദ്ധ ചെലുത്തുന്നവരാണ്. ഇവർ ദേവഗണത്തിലുള്ളവരാണ്.
പിന്നീട് നമ്മൾ ഇങ്ങോട്ട് പോകുമ്പോൾ അത്തം നക്ഷത്രമാണ്. അത്തം നക്ഷത്രം വളരെ ദൈവാധീനമുള്ള കന്നിരാശിയാണ് അവരുടെ രാശിയാധിപൻ. അപ്പോൾ കന്നിരാശിയുടെ അധിപൻ ബുധനാണ്. ത്രിപുരസുന്ദരി മൂകാംബിക ദേവിയാണ് ഇവരുടെ അനുഗ്രഹം. ഇവരുടെ ദശാനാഥൻ ചന്ദ്രനാണ്, രാശിനാഥൻ ബുധനുമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇവർ വളരെ രഹസ്യമായിട്ടാണെങ്കിൽ പോലും പൂജകളും കർമ്മങ്ങളും ഒക്കെ ചെയ്യുകയും അതിനു വേണ്ടിയുള്ള പഠനം നടത്തുകയും ജ്യോതിശാസ്ത്രപരവും അല്ലെങ്കിൽ മറ്റ് ശാസ്ത്രീയ കാര്യങ്ങളിലൊക്കെ ശ്രദ്ധ വെച്ച് കൂടുതൽ വിവരങ്ങൾ ഗ്രന്ഥപാരായണത്തിൽ ഇവർ തൽപരരാണ്. അതിൽ നിന്ന് അറിവുകൾ സമ്പാദിച്ചത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനും അവരെ നയിക്കുവാനും ഒരു ഗ്രൂപ്പിൻ്റെ തന്നെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് നടത്താനും കഴിവുള്ള ദൈവീക അനുഗ്രഹമുള്ള ഒരു നക്ഷത്രമാണ് അത്തം നക്ഷത്രം. പിന്നീട് ചോതി നക്ഷത്രം, അതും ദേവഗണത്തിൽപ്പെട്ടതാണ്. ചോദിക്ക് ചോദ്യമില്ല എന്നാ പറയുന്നത്. ഒരു ചോദിക്കാതെ തന്നെ എല്ലാം കിട്ടുന്ന രാഹൂർ ദശയിൽ ജപിച്ച രാഹുവിൻ്റെ, അതായത് സർപ്പദേവതകളുടെ അനുഗ്രഹമുള്ള, പ്രാർത്ഥിക്കാനും അതുപോലെ തന്നെ കാര്യങ്ങൾ ഈ ക്ഷേത്രങ്ങളിലേക്ക് കൊടിയേറ്റ് പോലും രോഹിണി നാളിലും ചോദ്യനാളിലും ഒക്കെയാണ്. അവരുടെ രാശിനാഥനാവട്ടെ മഹാലക്ഷ്മി അല്ലെങ്കിൽ ശുക്രനാണ്. ദേവഗുരുവായ ശുക്രനെ നമുക്ക് വേണമെങ്കിൽ കാണാം, അല്ലെങ്കിൽ മഹാലക്ഷ്മി ഭാവത്തെയും നമുക്ക് കാണാം. അപ്പോൾ ചോതി ദൈവാധീനമുള്ള ഒരു നക്ഷത്രമാണ്, ദേവഗണമാണ്. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അനിഴം നക്ഷത്രം. അനിഴം എന്ന് പറയുമ്പോൾ വൃശ്ചിക രാശിയാണ് അവരുടെ രാശി. അതിൻ്റെ ദശാനാഥൻ ശനിയാണ്. ശനീശ്വരനെ പ്രാർത്ഥിക്കുന്നതോടൊപ്പം തന്നെ ഭദ്രകാളിയാണ്, അമ്മയാണ് ഇവരുടെ രാശിനാഥ. അപ്പം അമ്മയെ പ്രാർത്ഥിക്കുക, അമ്മയ്ക്ക് വേണ്ടിയിട്ട് കർമ്മങ്ങൾ ചെയ്യുക, എന്ത് കാര്യങ്ങളും ഏറ്റെടുത്ത് സ്വാമിയുടെ, വിഷ്ണുമായ സ്വാമിയുടെ ആണെങ്കിൽ തന്നെ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഭദ്രകാളിയുടെ സ്വാമിയുടെ ആയിക്കോട്ടെ, വെളിച്ചപ്പാടുമാര് വലിയ പൂജകളും വലിയ കർമ്മങ്ങളും ഒക്കെ ചെയ്ത് കിടാവിട്ട് പൂജയൊക്കെ ചെയ്യുന്ന വളരെ ധൈര്യമുള്ള, ദൈവാധീനമുള്ള, എപ്പോഴും ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹമുള്ള, ഭഗവതിയുടെയൊക്കെ അനുഗ്രഹമുള്ള, ശരിക്കും ഇവർക്ക് വൈദ്യന്മാരെ, അതുപോലെ തന്നെ ചന്നഭാവ രാശി ജനിച്ചിരിക്കുന്നതുകൊണ്ട് ചന്ദ്രൻ നീചത്തിലാണെങ്കിൽ പോലും ഈ മരുന്നുകളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട കാര്യങ്ങൾ, അഗ്നിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്യുവാൻ ഇവർക്ക് വലിയ കഴിവാണ്. എന്തായാലും ഇവർ ദൈവാധീനമുള്ളവരായിട്ടാണ് അറിയപ്പെടുന്നത്. അപ്പം അനിഴവും ദൈവാധീനമുള്ള ഒരു ദേവഗണത്തിൽപ്പെട്ട നക്ഷത്രമാണ്. ഇനി തിരുവോണം നക്ഷത്രമാണ്. തിരുവോണം നക്ഷത്രത്തെ മഹാവിഷ്ണുവിൻ്റെ നക്ഷത്രമാണ്. അപ്പോൾ നമുക്ക് ഒരാൾക്ക് നക്ഷത്രം അറിയില്ല ടീച്ചറെ എന്ന് പറഞ്ഞാൽ നമ്മൾ പറയും, ശരി നമുക്ക് മഹാവിഷ്ണുവിൻ്റെ നക്ഷത്രമായ തിരുവോണം തൊട്ടും കൂട്ടാമെന്നാണ് പറയുക. തിരുവോണം എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് നല്ല ദൈവാധീനമുള്ള ദേവഗണമുള്ള നക്ഷത്രമാണ്. രാശിനാഥൻ ശനിയാണെങ്കിൽ തന്നെയും ചന്ദ്രദശയിൽ ജനിച്ചിരിക്കുന്ന ഇവർക്ക് എല്ലാവരും ഇണങ്ങി പെരുമാറാനായിട്ട് സാധിക്കും. എല്ലാവരും ഒന്ന് കൂട്ടിച്ചേർക്കുവാൻ കഴിയും. സ്വല്പ ബുദ്ധിമുട്ടുകളൊക്കെ സഹിച്ചിട്ടാണെങ്കിലും മറ്റുള്ളവരുടെ വഴികാട്ടിയായി നിൽക്കാൻ കഴിയുന്ന ഒരു ദേവഗണത്തിൽപ്പെട്ട നക്ഷത്രമാണ് തിരുവോണം. ഇനി അവസാനമായിട്ടുള്ളത് രേവതി നക്ഷത്രമാണ്. താനിരക്കും തന്നോടിരക്കും എന്ന് പറയുന്ന രേവതി നക്ഷത്രം. ചില രേവതി നക്ഷത്രക്കാർ ജനിച്ചാൽ സർവ്വ ഐശ്വര്യങ്ങളും കൊണ്ടുവരും. ചിലത് ജനിച്ചാൽ അതോടുകൂടി ചിലപ്പോൾ നഷ്ടം വരും. അത് ആ ദശയുടെ 4 പാദത്തിൽ ചില ഗണ്ണാന്ത സമയത്തൊക്കെ ജനിച്ചാലാണ്. എന്തായാലും രേവതി നക്ഷത്രത്തെ നമ്മൾ പറയുന്നത് ദേവഗണത്തിൽപ്പെട്ട, ദൈവാധീനമുള്ള, എല്ലാവരെയും സ്നേഹിക്കുന്ന, എല്ലാവർക്കും അനുഗ്രഹം തരുന്ന, ബുധദശയിൽ ജനിച്ച അവസാനത്തെ നക്ഷത്രമായ രേവതിയും ദേവഗണത്തിൽപ്പെട്ടതാണ്. ഈ 9 നക്ഷത്രക്കാരും അധികം ദേവപൂജകൾ ഒന്നും ചെയ്തില്ലെങ്കിൽ പോലും അവരൊരു പൂവെടുത്ത് വെറുതെ ഭഗവാന്റെ വിഷ്ണുപാദത്തിൽ വച്ചാലും, അമ്മയ്ക്ക് അർച്ചന ചെയ്താലും, മാനസ പൂജ ചെയ്താൽ പോലും വിളിച്ചാൽ വിളിപ്പുറത്ത് ദേവതകൾ വരും. അതവർ ഒന്ന് മനസ്സിലാക്കി അവരുടെ പൂർവികർ ചെയ്തു പോയ പുണ്യത്തിൻ്റെ ഫലമായി അനുഗ്രഹം കിട്ടേണ്ട നക്ഷത്രക്കാരാണ്. അത് മനസ്സിലാക്കി ഒന്ന് കുലദേവതയെ പ്രാർത്ഥിച്ച് അവരുടെ രാശിനാഥനെയും ദശാനാഥനെയൊക്കെ പ്രാർത്ഥിച്ച് അനുയോജ്യമായ രത്നങ്ങളൊക്കെ ധരിച്ച് അനുയോജ്യമായ വസ്ത്രങ്ങളൊക്കെ ധരിച്ച് പ്രാർത്ഥിക്കൂ. ഈ പറഞ്ഞതെല്ലാം സത്യമായി ഭവിക്കാൻ ജഗദീശ്വരുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട്
നന്ദി, നമസ്കാരം.